ബീഫിന്റെ പേരിൽ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങൾ ആൾക്കൂട്ട കൊലകൾക്ക് വിധേയമായപ്പോൾ അതിനെതിരെ പാർലമെന്റിനകത്ത് പ്രതിഷേധത്തിന്റെ തീജ്വാലയായി നിലകൊണ്ട നേതാവാണ് MK രാഘവൻ. ഈ കാരണത്താൽ ദിവസങ്ങളോളം സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ് അന്ന് കേന്ദ്ര സർക്കാർ MK രാഘവനോട് പകരം വീട്ടിയത്. Sushmita Dev and Sri MK Raghavan under Rule 374A of the Rules of Procedure and Conduct of Business in Lok Sabha. ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളെക്കുറിച്ച് അടിയന്തര പ്രമേയത്തിൽ ചർച്ച വേണം എന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ 6 പേർക്കെതിരെ 5 ദിവസത്തേക്ക് സസ്പെൻഷൻ നടപടി സ്പീക്കർ സുമിത്ര മഹാജന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള MP-മാരായ കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ എന്നിവർക്ക് നേരെയാണ് സ്പീക്കർ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പുകൾ നിരന്തരം അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ, ഓരോ ബജറ്റിലും ന്യൂനപക്ഷ വിഹിതം വെട്ടിച്ചുരുക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ, ന്യൂനപക്ഷങ്ങളുടെ ഹനിക്കപ്പെടുന്ന അവകാശങ്ങൾക്കായി പാർലമെന്റിനകത്തും പുറത്തും ശബ്ദമുയർത്തിയ നേതാവാണ് MK രാഘവൻ. Sir, our country has the rich tradition of protecting the minorities. However, for the past few years, sir, there is total neglect towards minority communities. I request Honorable Minister to increase the amount allocated for minorities to at least 10,000 crores. ഇന്ത്യൻ പാർലമെന്റിൽ വീണ്ടും മുഴങ്ങട്ടെ നമ്മുടെ ശബ്ദമായി MK രാഘവൻ.